ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാവുന്ന പടത്തിൻ്റെ പേര് മാഡ് സ്ക്വയർ. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് സംഗീത ശോഭൻ, നർനെ നിതിൻ, രാം നിതിൻ, സത്യം രാജേഷ്, വിഷ്ണു ഓയ്, ശുഭലേഖ സുധാകർ, മംഗളം ശ്രീനി സുനിൽ, പ്രിയങ്ക ജവൽക്കർ, ഗോപിക ഉദയൻ, അവന്തിക സനിൽകുമാർ, ശ്രീഗൗരിപ്രിയ, റബ മോണിക്ക ജോൺ എന്നിവരാണ്. പിന്നെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, പറയാൻ മറന്നുപോയി. അനുദീപ് KU ഒന്നുമില്ല, പ്രിൻസിൻ്റെ ഡയറക്ടറാണ്. പിന്നെ ലാൽട്ടൻ്റെ പ്രിൻസ് അല്ല, ശിവകാർത്തേൻ്റെ പ്രിൻസ് എന്ന് പറഞ്ഞ ഒരു ഊളപ്പടമുണ്ട്, അതിൻ്റെ ഡയറക്ടറാണ്. പിന്നെ ആൻഡ് ഹീസ് എ ക്യാമിയോ ഇൻ ദിസ് മൂവി. പിന്നെ പടത്തിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ഷംദത്ത് സൈനുദ്ദീൻ. ഇങ്ങനെ മലയാളികൾ കൂടുതലായിട്ട് അറിയായിരിക്കും, കാരണം നമ്മുടെ മമ്മൂട്ടിയുടെ സ്ട്രീറ്റ് ലൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്. അതെനിക്കൊരു അവറേജായിട്ട് ഫീൽ ചെയ്തുള്ളൂ, അവറേജായിട്ട് ഫീൽ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടറാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ. പിന്നെ എഡിറ്റഡ് ബൈ നവീൻ നുലി. തെലുങ്കിലല്ല, കൂടുതൽ പടത്തിൽ ഇങ്ങനെ നേടിയ എഡിറ്റിങ് അന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്ന BM സെസർലിയോ ആണ്. മീൻസ് സംക്രാന്തിക്ക് വസ്തുനാം സിനിമയുടെ മ്യൂസിക് കമ്പോസറാണ്. പിന്നെ BGM ചെയ്തിരിക്കുന്ന തമന്നസ്. മ്യൂസിക് പ്രൊഡ്യൂസർ ആയിട്ട് നിന്നിരിക്കുന്നത് പ്രിൻസ് ഹെൻറി. ഇത് ഏതൊക്കെ പടത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഈ പടത്തിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്ന വിജയ് പൊലക്കി എന്ന് പറഞ്ഞ ഒരാളാണ്. ഇത്രയാണ് എനിക്ക് ക്രൂ വൈസും കാസ്റ്റ് വൈസും എനിക്ക് പറയാനുള്ളത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അബവ് ആവറേജ്. കാരണം ഇതിൽ ചില സീൻസ് ഇറിറ്റേറ്റഡായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഏതൊക്കെ സീൻസാന്ന് വെച്ചാൽ, ഈ ഒരു ഐലൻഡിലാണ് ഈ സിനിമയിൽ. ആ ഐലൻഡിൻ്റെ പേര് കട്ട ഇറിറ്റേറ്റിംഗ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഹണിമൂൺ ഐലൻഡ്. പിന്നെ രഘുബാബു ഉണ്ട് ഇതിന്. ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നുണ്ട് ഇവരുടെ അത് കോളേജിൽ നടക്കുന്നത്. അപ്പോൾ ആ കോളേജിലെ പ്രിൻസിപ്പളായിട്ട് ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രിൻസിപ്പളുടെ ഹോട്ടലാണ്, ഹോട്ടലിൻ്റെ പേര് കേൾക്കണം, ഹണിമൂൺ ആൻഡ് ഹോട്ടൽസ്. എടാ, ആരെങ്കിലും ഇങ്ങനത്തെ കപ്പിൾസിന് വേണ്ടി മാത്രം വന്നത് കഷ്ടം. പക്ഷെ അത് കോമഡിയാണ്. അങ്ങനെ ഹോട്ടലിൽ നടക്കണം ഓരോ ദിവസം എത്ര മൂവി വലുതെല്ലാം പിടിച്ചിട്ടില്ല. പിന്നെ ഐലൻഡിൽ എന്ന് പറഞ്ഞിട്ട് അമ്മമാരി ഇത് ഐലൻഡാണ്, അല്ലെങ്കിൽ വല്ല ഫോറസ്റ്റ് പറഞ്ഞിട്ട് ഐലൻഡ് എന്ന് വെച്ചിരിക്കുന്ന എന്നോം കമ്മീഷൻ തോന്നി. അങ്ങനെ വേറെ കുഴപ്പം ഇതൊക്കെയായിരുന്നു. പിന്നെ എനിക്ക് കുഴപ്പമായിട്ട് ഫീൽ ചെയ്തത് അനുദീപിൻ്റെ ക്യാമിയോ ആണ്. ഒരാവശ്യമില്ല സിനിമയിൽ എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളത്. വേറൊരു നെഗറ്റീവ്സും ഇല്ല. പിന്നെ ബാക്കി എല്ലാ പെർഫോമൻസ് സോയിസാണെങ്കിലും വിഷ്വൽ എഫക്ട്സ് ചെയ്യണ ആരാന്ന് എനിക്ക് അറിയാം, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ബട്ട് സിനിമാറ്റോഗ്രഫി ഒക്കെ അത്യാവശ്യം നൈസായിരുന്നു, എഡിറ്റിങ്ങും അത്യാവശ്യം നൈസായിരുന്നു. ബട്ട് 2 മണിക്കൂർ 4 മിനിറ്റുള്ള സിനിമയില്ല. മറ്റേ ഈ ഹണിമൂൺ ഹോട്ടൽ എന്ന് പറയുന്ന ആ സീൻസും, പിന്നെ ഈ ഹണിമൂൺ ഐലൻഡ് എന്ന് പറയുന്നവർ അവിടെ ഹണിമൂൺ ഫോറസ്റ്റ് ഇടായിരുന്നു. പിന്നെ അനുദീപിൻ്റെ ക്യാമിയോ പറഞ്ഞ സീൻ എടുത്തു മാറ്റായിരുന്നു.
ഇതൊക്കെയായിരുന്നു എനിക്ക് നെഗറ്റീവ്സായിട്ട് തോന്നിയത്. അങ്ങനെ മാറ്റിയിരുന്നെങ്കിൽ എഡിറ്റിംഗ് കുറച്ചും കൂടി നല്ലതായിരുന്നല്ല. ബട്ട് പിന്നെ ഒരു കാര്യം കൂടി, ഇത് ഫസ്റ്റ് പാർട്ട് മീൻസ് മാഡ് 1 ഇതിനെക്കാട്ടും നല്ലതാണെന്ന് ചോദിച്ചാൽ മാഡ് 1ൻ്റെ അത്ര ഇല്ല ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. മാഡ് 1 കണ്ടിട്ടുള്ളവരാണെങ്കിൽ മാഡ് 2 ദഹിക്കുമെന്ന് എനിക്ക് ആയിട്ടുണ്ടോ. ബട്ട് എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഒരു അവറേജ് സിനിമയാണെങ്കിൽ പോലും എനിക്ക് മാഡ് 1 തൃപ്തി തോന്നിയിട്ടില്ല സിനിമ. മീൻസ് മാഡ് 1 എന്ന് പറയുമ്പോൾ ഒരു കോമഡി പടമാണെങ്കിൽ പോലും അത് നമ്മളെ ഇങ്ങനെയാണ് ഒരു കോളേജ് കോമഡി ഫിലിം തെലുങ്കിൽ വരാമെന്നുള്ള ബോധം നമുക്ക് തോന്നിപ്പിച്ച സിനിമയായിരുന്നു മാഡ് 1. ബട്ട് ദിസ് മൂവി ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇനി തേർഡ് പാർട്ടും ഉണ്ട്, ക്യൂബ്, മാഡ് ക്യൂബ്. അപ്പോൾ അതെന്തിനാണെന്ന് എനിക്ക് പറഞ്ഞൂടാ. അത് മാഡ് 1നെക്കാട്ടും നല്ലതാവോ മീൻസ് മാഡ് 1നെ മര്യാദയ്ക്ക് മരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഈ സിനിമ കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ, മാഡ് 1നെക്കാട്ടും നല്ലതാണെന്ന് ചോദിച്ചാൽ ഒട്ടും അല്ല. മാഡ് 1 ഈസ് സൂപ്പർബ് എന്നാണ് എനിക്കൊരു എൻ്റെ ഒരു ഒപ്പീനിയൻ, അതാണ്. ബട്ട് ദിസ് ഈസ് അവറേജ്. കാരണം എനിക്ക് മറ്റേ ഫോറസ്റ്റ് പോലത്തുള്ള സ്ഥലം എടുത്തിട്ട് ഹോളിവുഡ് എന്താണ് ഹണിമൂൺ ഐലൻഡ് എന്തോ ഇട്ട് വെച്ചിരിക്കണതും, പിന്നെ മറ്റേ ഹണിമൂൺ ഹോട്ടൽ അങ്ങനെ എന്തൊരു പറഞ്ഞിട്ട് ഇമാതിരി അവിടുത്തെ സീൻസ് എടുത്ത് കാണിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇട്ടിരിങ്ങായിരുന്നു. പിന്നെ മറ്റേ നേഹാനിദീപിൻ്റെ ക്യാമിയോ ഇതൊക്കെ ഇട്ടിരിക്കുക ആ സീൻസൊക്കെ എടുത്ത് മാറ്റായിരുന്നു എന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. വേറൊന്നും വിചാരിക്കരുത്. പിന്നെ പടത്തിലെ പിന്നെ ബാക്കിയുള്ള പെർഫോമൻസൊക്കെ അത്യാവശ്യം കാരണം സുനിൽ. പിന്നെ ഹൈലൈറ്റഡ് പോസിറ്റീവ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ മംഗളം സുനിലിൻ്റെ വില്ലൻ ക്യാരക്ടറും പിന്നെ അങ്ങേരുടെ പേരെന്തായിരുന്നു പിന്നെ ട്വിസ്റ്റ് ആൻഡ് ടേൺസും സെക്കൻഡ് ഹാഫിൽ മീൻസ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് മീൻസ് മറ്റേ നിർണ്ണയത്തിൻ CB ഓഫീസറാന്ന് പറയുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് അത്യാവശ്യം നൈസായിരുന്നു. വേറെ ട്വിസ്റ്റ് എനിക്ക് അത്ര വർക്കായില്ല. പിന്നെ പ്രിയങ്ക ജോൽക്കർ അത്യാവശ്യം മാക്സിമം നല്ല ഡാമേജുണ്ട്. അവരും ഒരു ക്യാമിയോ പോലെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സോങ്സ് വോയിസ് നോക്കുമ്പോൾ ബീം സെസറിലേക്ക് വർഡ് ഹിസ് ഡൺ ഇറ്റ് വെൽ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇങ്ങനെ തന്നെയാണ് ഫസ്റ്റ് പാർട്ടിലും അങ്ങനെ തന്നെയാണ് മ്യൂസിക് എഴുതിയിരിക്കുന്നത്. ബട്ട് മ്യൂസിക് വൈസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട പാട്ടെന്ന് വെച്ചാൽ മറ്റേ കല്യാണത്തിൻ്റെ സമയത്തുള്ള പാട്ടാണ്. മീൻസ് പിന്നെ ആ പാട്ട് അത്യാവശ്യം നൈസായിരുന്നു. അതാണ് എനിക്ക് ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, വേറൊന്നും വിചാരിക്കരുത്. പിന്നെ ഈ പടത്തിൽ അനീഷ് കുരുവിള ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണും എടുത്ത സിനിമയിലുമില്ല അങ്ങനെ ഉണ്ട് ഈ പടത്തിൽ. അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടർ ഒരു ആവറേജാണ് എന്നാണ് എനിക്ക് പറയാനുണ്ട്. എന്തായാലും വെയിറ്റിംഗ് ഫോർ മാഡ് ക്യൂബ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. എന്തായാലും പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാനുള്ളത്, കൊറിയോഗ്രഫി ഞാൻ പറയേണ്ട ഒരു സാധനമാണ്. അതൊരു പോസിറ്റീവ്, ഒരു സാധാരണ പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് ഞാൻ പിന്നെ ഒരു കാര്യം കൂടി, ഇതൊരു തെലുങ്ക് ആക്ഷൻ കോമഡി എന്നും പറഞ്ഞിട്ടാണ് ഇവർ ഗൂഗിളിൽ ഇട്ടിരിക്കുന്നത്. ബട്ട് ദിസ് ഈസ് നോട്ട് ആക്ഷൻ കോമഡി, ഇറ്റ്സ് ജസ്റ്റ് എ കോമഡി ഫിലിം എന്ന നിലയിൽ കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇറ്റ്സ് എ കപ്പ് ഓഫ് ടീ. ബട്ട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടണം എന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മീൻസ് ഇറ്റ്സ് നോട്ട് അതേഴ്സ് കപ്പ് ഓഫ് ടീ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും എനിക്ക് തൽക്കാലത്തേക്ക് ഇത്ര പറയാനുള്ളൂ.
എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ വസ്കസ്.